പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 15 പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ഈ നല്ല വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ ധരങ്ങളും തുറന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ആരും മൗനമായിരിക്കാതെ എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അത്ഭുതകരമായി നമ്മളെ നടത്തിയ കർത്താവിന് നിങ്ങളുടെ വലത്തുകരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ സ്തോത്രം പിതാവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ നമ്മുടെ പിതാവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അതുപോലെ ഈ പകൽക്കാലവും നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനം പറയുന്നു. ആമേൻ. അതിന്റെ 1 ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ആമേൻ, യഹോവേ, അങ്ങ് എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ കർത്താവേ, അങ്ങ് എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എൻ്റെ നിരൂപണം അങ്ങ് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാ 13 ഭാഗം, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങ് എന്നെ മെടഞ്ഞു. 14 ഭാഗം, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരം ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നമ്മുടെ ശരീരത്തെ കർത്താവ് സൃഷ്ടിച്ചത്. നമ്മളൊന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ നോക്കിയാൽ ദൈവത്തിൻ്റെ അത്ഭുത കരത്തെ അല്ലെങ്കിൽ അത്ഭുത ശക്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. 18 പറയുന്നു, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ അങ്ങയുടെ അടുക്കലിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഭയങ്കരവും അതിശയകരവുമായി നമ്മളെ സൃഷ്ടിച്ച കർത്താവിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് ആ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ അല്പസമയം കൊണ്ട്. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ഭയങ്കരവും അതിശയകരവുമായി അങ്ങ് സൃഷ്ടിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കി അങ്ങ് സൃഷ്ടിച്ചു കൊണ്ടുവന്നു. കർത്താവെ, എല്ലാം അങ്ങയുടെ അങ്ങയുടെ കൈയാണ് സൃഷ്ടിച്ചത്. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവ് ചെയ്ത നന്മകളെയൊക്കെ ഓർത്ത് അവൻ നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. രാത്രി തന്ന ഉറക്കത്തിനായിട്ട് സ്തോത്രം. പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസനാകുന്ന അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ആരും ലജ്ജിച്ചു പോകരുത്, അവർ നിരാശപ്പെട്ടു പോകരുത്, അവർ നിന്ദിതരായി പോകാൻ കർത്താവ് അനുവദിക്കരുത്. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, കർത്താവ് അവരെ മാനിക്കണം, കർത്താവ് അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണം. ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഏതു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ മേൽ അപ്പൻ്റെ അത്ഭുതകരം, ആമേൻ, അങ്ങനെ അത്ഭുതകരം, ആമേൻ, അങ്ങ് നീട്ടുന്നതിനായിട്ട് സ്തോത്രം. പ്രോപ്പർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ പ്രഭാതത്തിൽ ഭയങ്കര വിഷമത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ആ പ്രോപ്പർട്ടിക്കകത്ത് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒന്നും ഞങ്ങളുടെ പിതാവിന് അസാധ്യമല്ലെന്നും അങ്ങനെ കരത്തിന് കഴിയാത്ത കാര്യമില്ലെന്നും ഈ വിഷയത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരുന്നു കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിനകത്ത് ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് ആ കണ്ണിന് പൂർണ്ണ സൗഖ്യം കൊടുക്കണം. കാലിൻ്റെയും കൈയുടെ നഖത്തിന് ബുദ്ധിമുട്ടായിട്ട് ഭാരപ്പെടുന്നവർ, നഖവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ആ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വിടുതലായിരിക്കണം. ആമേൻ. ഫൈനാൻഷ്യൽ കാര്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ജോലി, കർത്താവെ, അങ്ങയുടെ ദാനമാണ്. അത് തക്ക സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. ജോലിയില്ലാതെ വ്യസനത്തോടെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുന്നതിനായി സ്തോത്രം. എല്ലാ വാതിലുകളും അടയുമ്പോൾ അങ്ങ്
വാതിലുകളെ തുറക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അതുപോലെ കർത്താവെ, അവൻ തലമുറകളെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങൾക്ക് വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ, സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ, അങ്ങയുടെ ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ദാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കണമേ, കർത്താവ് അനുഗ്രഹിക്കണമേ, അവരുടെ തലമുറകളെ കർത്താവ് ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ലോകമെമ്പാടും ഒരു റിവൈവലിനെ കർത്താവ് വായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഒരു ഉണർവുണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടമായി പാപികളുടെ മാനസാന്തരം ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തി നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുക. കർത്താവിൻ്റെ വചനം കേൾക്കും തോറും നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കും. ആമേൻ. മോശ പർവ്വതത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടത് മോശയുടെ ത്വക്കിൻ്റെ നിറം തന്നെ, അല്ലെങ്കിൽ തിളക്കം തന്നെ മാറി തേജസ് വന്നു. ഇതുപോലെ രാവിലെ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളറിയാത്ത ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. നിങ്ങളൊരു പക്ഷേ അത് മനസ്സിലാക്കിയെന്ന് വരത്തില്ല. മോശയുടെ ശരീരത്തിൽ തേജസ് വർദ്ധിക്കുന്നൊന്നും മോശ അറിഞ്ഞില്ല. മോശ താഴെ ഇറങ്ങി വന്നപ്പോൾ, പർവ്വതത്തിൽ താഴെ ഇറങ്ങി വന്നപ്പോൾ കൂടെയുള്ളവർക്ക് നോക്കാൻ മേലാത്ത വണ്ണം മോശയുടെ ത്വക്ക് പ്രകാശിച്ചിരുന്നു. ഇതുപോലെ നിങ്ങൾ വിശ്വസ്തയോടെ ദൈവവചനം കേട്ടാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ആ മാറ്റം ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുമായിട്ട് ഇടപെടുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലെ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തരട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അപ്പം ഇവിടെ പറയുന്ന കർത്താവിനെ സേവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ സേവിക്കുന്നവരെ ആരെയും ദൈവം നിരാശരാക്കി വിടുകയില്ല. കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കുക, കർത്താവിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, കർത്താവിന് വേണ്ടി നമ്മുടെ ആരോഗ്യം ചെലവഴിക്കുക, ഇതൊക്കെ അനുഗ്രഹത്തിന് കാരണമാകും, ഇതൊക്കെ പ്രതിഫലം ലഭിക്കുവാൻ കാരണമാകും. അതിൻ്റെ മുകളിലത്തെ വാക്യം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ആർക്കെന്ന വണ്ണം ചെയ്യണം? കർത്താവിനെന്ന വണ്ണം ചെയ്യണം. അതായത് കർത്താവിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്നെ ദൈവം ഒരു സ്ഥലത്ത് ജോലിക്കാക്കിയിരിക്കുക. ആ ജോലി, ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അതുകൊണ്ട് എന്ത് സാഹചര്യമുണ്ടെങ്കിലും ഞാൻ ഈ ജോലി ചെയ്യുന്നത് ആർക്കെന്ന് വേണ്ടിയാണ്? കമ്പനിക്കെന്ന് വേണ്ടിയല്ല, എനിക്കെന്ന് വേണ്ടിയല്ല. എൻ്റെ കർത്താവ് എന്നെ ആക്കിയതുകൊണ്ട് കർത്താവിന് മഹത്വം ഉണ്ടാകത്തക്ക രീതിയിൽ ഞാൻ ജോലി ചെയ്യും. അത് നിങ്ങളൊരു വീട്ടിലെ സെർവൻ്റായിട്ട് നിൽക്കുകയെന്ന് വെച്ചോ, നിങ്ങൾ ഒരു ചെറിയ കടയിൽ ഒരു സെയിൽസ്മാനായിട്ട് നിൽക്കുകയെന്ന് വെച്ചോ, അല്ല നിങ്ങൾ വലിയ മാനേജറായിട്ട് നിൽക്കുകയെന്ന് വെച്ചോ, വാട്ട് എവർ ഈസ് യുവർ പൊസിഷൻ, ദൈവമാണ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിന് എന്നവണ്ണം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഈ യജമാനൻ, ലോകത്തിലെ യജമാനൻ തന്നില്ലെങ്കിൽ പോലും സ്വർഗത്തിലെ ദൈവം നമുക്ക് മടക്കി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്താലും ആർക്കെന്നവണ്ണം ചെയ്യണം? കർത്താവിനെന്നവണ്ണം ചെയ്യണം. അത് ലോകപരമായ ജോലിയായാലും കർത്താവിന് വേണ്ടിയുള്ള വേലയായാലും നമുക്ക് തീർത്തും ഒരു ബോധ്യം വേണം, കർത്താവിനാണ് ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന ആളിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അത് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ എന്ത് ചെയ്താലും, ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് അത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്താൽ പോലും നിങ്ങൾ ചെയ്യുന്ന കർത്താവിൻ്റെ വേലയാണ്. അതൊരു സാക്രിഫൈസാണ്. അപ്പോൾ ഒരു യോഗത്തിൻ്റെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ചില ബുദ്ധിമാന്മാർ ചിന്തിക്കും, അവൻ വലിയ മെടുക്കൻ, വെള്ളം കൊടുക്കാൻ പോയി, വേറെ പണിയൊന്നുമില്ല, ഉപദേശിക്ക് വെള്ളം എടുത്ത് കുടിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. നോ പ്രോബ്ലം. പക്ഷേ ഈ വെള്ളവുമായിട്ട് പോകുമ്പോൾ ഇവരിത് ചിന്തിക്കുന്നത് ഈ വെള്ളവുമായിട്ട് പോകുന്നവൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും. സാക്രിഫൈസ്, കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇടയ്ക്കിടയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇതിനെല്ലാം പ്രതിഫലം തരുന്നത് മനുഷ്യനല്ല, ഇതിനെല്ലാം പ്രതിഫലം തരുന്ന കർത്താവാണ്. അതെപ്പോഴും ദൈവമക്കളായി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവവേല ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ജോലിയും ഞാൻ കർത്താവിനെന്നവണ്ണം ചെയ്യുന്നു എന്ന ബോധ്യത്തോടെ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കർത്താവ് തരും, അല്ലെങ്കിൽ ശമ്പളം തരും.
പക്ഷെ പ്രതിഫലം ആരാ തരുന്നത്? കർത്താവ് തരുന്നത്. ലോകത്തിൽ മാനേജർമാർ, നമ്മുടെ മുതലാളിമാർക്ക് ശമ്പളം തരുമ്പോൾ കർത്താവ് നമുക്ക് പ്രതിഫലം തരും. നിങ്ങൾ എവിടെ ആയിക്കോട്ടെ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ ശമ്പളം എത്ര കുറവായിക്കോട്ടെ, നിങ്ങൾ എത്ര ഹാർഡ് വർക്കിംഗ് ആയിക്കോട്ടെ, പിറുപിറുക്കാതെ ദൈവത്തിനെന്നവണ്ണം നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ വേല. ഇപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും ഈ കർത്താവിൻ്റെ വേല പറയുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്ന അങ്ങ് വടക്കേണ്ടിയിലൊക്കെ പോയി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതിന് വിളിയുള്ളവർ അത് ചെയ്യട്ടെ. നിങ്ങളെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. നിങ്ങളൊരു സഭയിലാണെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത് ദൈവവേലയാണ്. ആമേൻ. ആ സഭയ്ക്ക് എന്താവശ്യമുണ്ടോ അത് നിങ്ങളാലാകുന്ന രീതിയിൽ ചെയ്യാം. അതും കർത്താവിൻ്റെ വേലയാണ്. ശാരീരികമായി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാം, സാമ്പത്തികമായി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാം. ആമേൻ. ഇതിനെല്ലാം കർത്താവ് എന്ത് ചെയ്യും? പ്രതിഫലം തരും. ഒരിക്കൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചു. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് അങ്ങ് അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ. കാരണം പത്രോസ് കർത്താവിൻ്റെ വിളി കേട്ടപ്പോൾ പത്രോസ് കൂടെ പോന്നു. പല ശിഷ്യന്മാരും കൂടെ വന്നു. അപ്പോൾ പത്രോസ് കുറച്ചാളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പത്രോസിന് സംശയം, അവിടെ നമ്മൾ ഭാര്യയും പിള്ളേരെയും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് അമ്മൻ സാഹചര്യങ്ങളെല്ലാം വിട്ടിട്ട് ഈ കർത്താവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുക. അയ്യോ, എന്തോ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഇങ്ങനെ പോയാൽ എന്നാ കിട്ടും എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നപ്പം കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലയങ്ങളെയോ വിട്ടാൽ, ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇവരെയെല്ലാം തള്ളിക്കളയണമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇതിൻ്റെ പേരിൽ ഒരു സാക്രിഫൈസ് ചെയ്താൽ, ഇപ്പം നമ്മൾ ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, കുറേനക്കാരനായ ശീമോനെ യേശുവിനെ ക്രൂശ് എടുക്കുവാൻ യേശുവിനെ സഹായിച്ചു. വേദോസ്തവത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ശീമോൻ 2 മക്കളുമായിട്ട് വയലിൽ നിന്ന് കയറി വരുമ്പോഴാണ് യേശുവിൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് യേശു പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വഴി നിർത്തിയിട്ടാണ് കുറേനക്കാരൻ ക്രൂശ് എടുക്കാൻ കൂടെ പോയത്. അപ്പോൾ ഇതൊരു സാക്രിഫൈസാണ്. മക്കളവിടെ നിൽക്കുക, ഇദ്ദേഹം ക്രൂശുമായിട്ട് പുറകെ പോയി. പക്ഷേ ദൈവം പ്രതിഫലം കൊടുത്തോ? ക്രൂശ് എടുത്താലല്ലേ നിനക്ക് സ്വർഗത്തിൽ വരുമ്പോൾ പ്രതിഫലം തരാം. അവിടെയും പ്രതിഫലം. ഇവിടെ തന്നെ 2 മക്കളെയും ദൈവം ആദരിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാളെ സഭായോഗമുണ്ട്, അധികാലത്ത് എഴുന്നേറ്റ് സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. അതിനാരാ പ്രതിഫലം തരുന്നത്? പാസ്റ്ററല്ല പ്രതിഫലം തരുന്നത്, ഉപദേശിയല്ല, സംഘടനയല്ല. അതിന് ദൈവം പ്രതിഫലം തരും. കുറേനക്കാരൻ വയലിൽ നിന്ന് കയറി വരുമ്പോൾ ക്രൂശും എടുത്തു കൊണ്ടുപോകുന്ന യേശുവിനെ താഴെ വീഴുന്ന കണ്ടിട്ട് പട്ടാളക്കാർ പിടിച്ച് നിർബന്ധത്താൽ ഏൽപ്പിച്ചതാണ്. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ദൈവദാസന്മാരോ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് നിർബന്ധത്താൽ ആ സ്പീക്കർ ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ നിർബന്ധത്താൽ ആ വയറൊന്ന് വലിക്കുക, ആ നിർബന്ധത്താൽ അതൊന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ, നിർബന്ധം കൊണ്ടാണെങ്കിൽ പോലും ചെയ്തോ ബ്രദറെ, ചെയ്യുന്നതിന് പ്രതിഫലം സ്വർഗമാണ് തരുന്നത്. ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം തരും. ദൈവം തരുമ്പോൾ ഒന്ന് ഓർത്തു നോക്കും, മനുഷ്യൻ തരുന്ന പോലെയല്ല. അപ്പം കർത്താവ് പത്രോസിനോട് പറയുക, എടാ ഇങ്ങനെ നിങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് നിങ്ങൾ 1 മിനിറ്റ് കർത്താവിന് കൊടുത്താൽ 100 മിനിറ്റ് കർത്താവ് തിരിച്ചു തരും. കണ്ടോ, കർത്താവിൻ്റെ പ്രതിഫലം 100 മടങ്ങ്. നിങ്ങൾ എന്ത് ചെയ്താലും ഹല്ലേലൂയ അതിന് 100 മടങ്ങാ ദൈവം പ്രതിഫലം തരുന്നത്. 1 മിനിറ്റ് കർത്താവിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ 100 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തോടെ ആഡ് ചെയ്യുവാൻ ദൈവം മതിയാകും. അത് ഇവിടെ മാത്രമല്ല, അവിടെയും. അപ്പോൾ ഇവിടെ പറയുന്ന ഉപദ്രവങ്ങളോട് 100 മടങ്ങ് വീടുകളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും. അപ്പോൾ 2 അനുഗ്രഹമാണ് കർത്താവിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ ബി വൈസ്, ബുദ്ധിയുള്ളവരായിരിക്കണം. ഈ ബുദ്ധി എന്ന് പറയാൻ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് ഇവിടെയും പ്രതിഫലമുണ്ട്, അവിടെയും പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞുങ്ങളോട് പറയണടാ, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഒന്നുമല്ല കസേര പിടിച്ച് തൂത്ത് കൊടുക്കണം, അല്ലെ പായൊന്ന് ഇട്ട് കൊടുക്കണം, അല്ലെ ഉപദേശിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യണം. കാരണം എന്നാന്ന് വെച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഇവിടെയൊക്കെ ആരെങ്കിലും ദൈവദാസന്മാർ വന്നാൽ ഞാൻ എൻ്റെ മോനോട് പറയടാ, ബാഗ് നീ എടുത്തോണം, അദ്ദേഹത്തിൻ്റെ ബാഗ് നീ എടുത്തോണം. എന്തിനാണെന്നറിയാം? അദ്ദേഹത്തിൻ്റെ ബാഗ് ഇവൻ എടുത്താൽ ഇവൻ്റെ മേൽ അവനൊരു ബോധം വരും, ഞാൻ ബാഗ് എടുക്കാൻ വിളിക്കപ്പെട്ടവനാ, ബാഗ് എടുക്കണം ഞാൻ ചെറുപ്പത്തിലെ. 2 പ്രതിഫലം സ്വർഗമാണ് കൊടുക്കുന്നത്. പ്രതിഫലം ആരാ തരുന്നത്? കർത്താവാ തരുന്നത്. അപ്പോൾ അവൻ ഇവിടെയും പ്രതിഫലം കർത്താവ് കൊടുക്കും. അവിടെ ഇവിടെ നോക്കി ഇങ്ങനെയൊക്കെ നമ്മളെ ദൈവം തന്ന ജ്ഞാനം ഉപയോഗിക്കണം. അപ്പം ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അത് മനുഷ്യൻ തരുന്നത് തക്കത്. അതിന് 1 രൂപയുടെ പണി ചെയ്താൽ 1 രൂപ തരും. എന്നാൽ കർത്താവ് പറയുക, നിങ്ങൾക്ക് 100 മടങ്ങ് ഞാൻ തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുകയും ചെയ്യണം. കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യ് ബ്രദറെ. ആമേൻ. അതിന് പ്രതിഫലം 100 മടങ്ങാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. ആര് തരും അങ്ങനെ?
പറ, ഏത് കമ്പനി തരും? ഏത് സംഘടന തരും? ആര് തരും? ഒരു യജമാനനും തരത്തില്ല. 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞവൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവാണ്. അത് ഏതിനാ? കർത്താവിന് വേണ്ടി. ഞാൻ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, കുഞ്ഞെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിൽ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. അതിന് പ്രതിഫലം വളരെ വലുതാണ്. ഇപ്പം നിങ്ങൾ ഈ മോർണിംഗ് മെസ്സേജ് ഷെയർ ചെയ്യുന്നത് അതൊരു ദൈവവേലയാണ്. അതിന് പ്രതിഫലം കർത്താവ് തരും. ഹല്ലേലൂയ. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ നാമത്തെ പ്രതി, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ പ്രതി ചെയ്യാം. നിങ്ങൾക്ക് പേര് കിട്ടാനും, നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ മാന്യനാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കനാണെന്നും കാണിക്കാൻ ചെയ്യരുത്. കർത്താവിനെന്നവണ്ണം ചെയ്യേ, പ്രതിഫലം കർത്താവ് തരും കേട്ടോ. കർത്താവ് തരുമ്പോൾ 100 മടങ്ങാ തരുന്നത്. ആയുസ്സിനെ നീട്ടി തരും, ആരോഗ്യം തരും, സന്തോഷം തരും, സമാധാനം തരും. അവൻ്റെ കയ്യിൽ എന്തുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം പ്രതിഫലം 100 മടങ്ങാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.